കരുതി വന്ന സ്ഥലത്ത് തന്നെ എത്തി. നീ വളരും. ദേവ് അസോസിയേറ്റ്സിനൊക്കെ സാമ്രാജ്യം ഉണ്ടാക്കുമെന്നൊക്കെ ഞങ്ങൾ കരുതിക്കോളാം. നിന്നെപ്പോലുള്ള തെരുവ് തെണ്ടികൾക്ക് പാഴാക്കാനുള്ളതല്ല ഞങ്ങളുടെ സമയം. ഞാൻ പോവാം. ഇനി നിങ്ങൾ എന്നെ പേടിക്കില്ല. തോബിയാസിന്റെ കേസ് വിധിയായാൽ ഞാൻ ജയിലിലാവും. പക്ഷെ അതിനു മുൻപ് ഗ്ലോറിയെ നിങ്ങൾ പേടിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. എന്റെ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കും. ഗ്ലോറി തിരിച്ചു വരും. നിങ്ങൾക്കാർക്കും തടയാനാവാത്ത വിധത്തിൽ. എന്തൊക്കെയോ വലിയ ഭീഷണികൾ ഉദ്ദേശിച്ച അവൾ വന്നത്. ഒന്നും നടന്നില്ല. നിസ്സാരമായി തള്ളിക്കളയണ്ട. നമ്മൾ ശ്രദ്ധിക്കണം. മനുഷ്യത്വം ഇല്ലാത്ത കുറെ എണ്ണമുണ്ട്. അവർക്ക് വേണ്ടി ഇറങ്ങും. എന്താ നല്ല പേടിയുണ്ടല്ലോ. അതിന്റെ അർത്ഥം ഇവിടെ വേറെ ആരുമില്ല. അടുപ്പത്ത് പായസമാണല്ലേ? ആ, ആഘോഷം. മകൻ രക്ഷപ്പെട്ടതിന്റെ. നീ എന്തിനാ വന്നേ? ഇതിനൊക്കെ ഇപ്പൊ എന്താ പറയാ? ഊരുതണ്ടല്ലെന്ന് പറഞ്ഞാൽ അത് കറക്റ്റാ. എല്ലാവരെയും നേരിട്ട് ചെന്ന് കാണാനാ തീരുമാനം. ഓരോരുത്തരുടെയും സന്തോഷത്തിന്റെ അളവറിയാൻ. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. ഞാൻ നിർബന്ധിച്ചില്ല. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കാതിരുന്നാലേ ഞാൻ നിർബന്ധം തുടങ്ങും. എന്റെ താലി ഞാൻ ഊരി മകനെ ഏൽപ്പിച്ചിരുന്നു. കണ്ടോ നിങ്ങള്? കൈകൊണ്ട് തൊട്ടു. അത് ന്യായം പറയാനുണ്ടാവും നിങ്ങൾക്ക്. വൃത്തികെട്ട പെണ്ണിന്റെ താലി വാടില്ല എന്ന്. ദൈവം അതേ വിധിക്കുമെന്ന്. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് താലി അറ്റുപോയതാ നിങ്ങളുടേത്. നിങ്ങൾ വൃത്തികെട്ടവളായിരുന്നു. ന്യായം ചോദിക്കുമ്പോ അത് തെറ്റ്. നിങ്ങൾ എന്നെ കുറിച്ച് പറയുമ്പോ അത് ശരി. ഒരു പെണ്ണിന്റെ കെട്ടുതാലി അറുത്തു മാറ്റാൻ മകനോട് പറഞ്ഞ നിങ്ങള് എന്ത് തര സ്ത്രീയാ? നിന്നെ ന്യായീകരിക്കാനാണോ പുറപ്പാട്? അല്ല. ഇന്ന് ആ താലി അഴിച്ച് കയ്യിൽ കൊടുക്കുമ്പോ ഞാൻ മനസ്സിലൊന്നുറപ്പിച്ചു, ഇനി അയാൾ എന്റെ ശത്രുവാണെന്ന്. ഇത്രയും കാലം മകന്റെ ജീവൻ നിലനിന്നത് വല്ലപ്പോഴും ഒരിക്കൽ നിങ്ങൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതിന്റെ പേരിൽ ദൈവം കാവല് നിന്നിട്ടൊന്നുമല്ല. ഞാനായിരുന്നു കാവൽ. ചാവാതിരുന്നത് ഞാൻ കാരണോ? മനസ്സിലായോ നിങ്ങൾക്ക്? പക്ഷെ തീരുമാനം മാറ്റുക. ഈ ഒരാളെ കൊല്ലാൻ മകനെയായിരിക്കും. സോഫിക്ക് മുമ്പിൽ ചെന്ന് നിന്ന് കണക്ക് ചോദ്യം, ഇവിടെ വന്ന് കൊലവിളി. നീ പേടിപ്പിക്കാൻ ഇറങ്ങിയതാണോ? പാവേട്ടാ, കരയാനാ ഉദ്ദേശമെങ്കിലും അവൾക്ക് നല്ല വാക്കുകളൊന്നും മനസ്സിൽ വരില്ല. അറിയാത്തോണ്ടാ. ഇന്നത്തോടെ നിന്റെ എല്ലാ അഹങ്കാരവും അവസാനിച്ചു. ഇപ്പൊ നീ കാണിക്കാൻ ശ്രമിക്കുന്നത് പിടിച്ചു നിൽക്കാനുള്ള വെറും തന്ത്രം. ഇവിടെ നിറഞ്ഞ നീ കരയും. ജീവിതത്തിൽ ആദ്യമായി നിന്റെ ജീവിതത്തിൽ നീ പേടിക്കും. ഒരു വട്ടപൂജ്യം.
അതിനപ്പുറത്തും അല്ലല്ലോ. ഓക്കോ, ഒരു പെർഫോമൻസിന് നിനക്കെന്ന് അവകാശമുണ്ട്. പക്ഷേ അവസാനത്തേതായിരിക്കണം. ഇന്ന് വരെ നീ ഇവിടെ വന്ന് ഓരോന്ന് പറയുമ്പോ ഇരിക്കാത്തൊരു ബന്ധം നമ്മൾ തമ്മിലുണ്ടായിരുന്നു. പ്രകാശ്, പക്ഷേ അത് അവസാനിച്ചു. ഇനി ഈ വീടിന്റെ ഉമ്മറത്ത് നിന്റെ സ്ഥാനം വെറും വഴിയാത്രക്കാരുടേതാ. നിലവിട്ടൊരു വാക്ക് വന്നാൽ കാലിക്കിടക്കുന്ന ചെരുപ്പൂരി നിന്റെ മുഖത്തടിക്കും ഞാൻ. എല്ലാവർക്കും അളവ് വിട്ട ധൈര്യം. ഗ്ലോറി ചത്തതിനേക്കാൾ സന്തോഷം. ഇത്ര വലിയ ഭൂമിയിൽ ഗ്ലോറിക്ക് കൈയെത്തുന്നത് ദൈവ അസോസിയേറ്റ്സിന്റെ 500 കോടി മാത്രമാണെന്ന മണ്ടത്തരം. അത് മാറും. ഒരു ദിവസമെങ്കിലും ഗ്ലോറിക്ക് താഴെയാണ് നിങ്ങളൊക്കെ എന്ന് ഞാൻ പറയിപ്പിക്കും.